ഹായ് അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് കാറ്ററിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുപോകുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളെ ചാനലിൽ ഇങ്ങനെ കാറ്ററിംഗ് വീഡിയോസ് കണ്ടിട്ട് തന്നെ ഒരുപാട് കൂട്ടുകാർ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കമൻറ്റിലൊക്കെ കൂട്ടുകാർ നമ്മളോട് പറയലുണ്ട്, നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ കാറ്ററിംഗ് തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാറ്ററിംഗ് വീഡിയോ കാണാൻ ഇഷ്ടമല്ല ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുനോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് 4 കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് വർക്കിനൊക്കെ പോകേണ്ട ദിവസമാകുമ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ കാറ്ററിംഗ് കിട്ടുന്ന സമയത്ത് ഞാൻ ഒഴിവാക്കലാണ് കേട്ടോ. അല്ലാതെ വീട്ടിൽ ഞാൻ ഉണ്ടാവുന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഓർഡർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിന്, 4 മണിക്ക് എണീറ്റിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ റിച്ച് മോൻ ഇന്ന് മദ്രസയിൽ നിന്ന് സിയാറത്തിന് പോകുന്നുണ്ടായിന്. അപ്പോൾ ഒരു 5:45 ആകുമ്പോഴത്തേനും അവനക്ക് മദ്രസയിലെത്തണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നേരത്തെ തന്നെ ആയതുകൊണ്ട് ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള കൂട്ടാനും ഒക്കെ റെഡിയാക്കി ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്ക് 1 മണിക്ക് കൊടുത്താൽ മതി ബിരിയാണി. അപ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ കഴിയണമല്ലോ. അപ്പോൾ ഓരോത് കഴിഞ്ഞിട്ടായാൽ പിന്നെ നമ്മളങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കില്ല. അപ്പോൾ നമുക്ക് എടുക്കുന്ന ജോലികൾ സ്വസ്ഥമായിട്ട് എടുക്കുക. പിന്നെ ഇതാ അമ്മ വന്നിട്ടുണ്ടായിന് കേട്ടോ. അമ്മ എനിക്ക് കാറ്ററിംഗ് ഉണ്ടെന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അമ്മ വരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് കുട്ടികളൊന്നും ഇല്ലല്ലോ, കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാട്ടോ. അപ്പോൾ സവാളൻ്റെ തൊലി കളയാനും അതുപോലെ സവാള അരിഞ്ഞ് തരാനും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനും എല്ലാത്തിനും ഉമ്മ ഒപ്പം ഉണ്ടാവും. ഞാൻ അമ്മനോട് പറയുന്നതല്ല കേട്ടോ, ഉമ്മാൻ്റെ ഇഷ്ടത്തിന് ഉമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ റിച്ചുവിന് സുബൈക്ക് മദ്രസക്ക് കൊണ്ടാക്കിയപ്പോൾ വീട്ടിൽ കയറിയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നിങ്ങനെ കാറ്ററിംഗ് ഉണ്ടെന്ന് പറഞ്ഞിനി ഞാൻ. അപ്പം അമ്മ വന്നതാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പം അമ്മ ഉണ്ടാകുമ്പോൾ ഒരു സുഖമാണ്. ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മൾ പണിയെടുക്കുമ്പോൾ ആരോടൊന്നും മിണ്ടാനും പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ. ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അങ്ങനെ എന്തോ ഒരു ഹായല്ലേ ദിക്റ് സലാത്തൊക്കെ ചെല്ലി അങ്ങനെ എടുക്കും. അമ്മ ഉണ്ടാകുമ്പോൾ പിന്നെ തൊള്ളടങ്ങാതെ വർത്താനം പറഞ്ഞ് രണ്ടാളും അങ്ങനെ രസമായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ സവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഒന്ന് കഴുകിയാണ്ട് സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉമ്മ തൊലി കളയുന്നുണ്ട്. അപ്പോൾ വേഗം എടുക്കാമല്ലോ ഒരാളൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ 4 കിലോ അരിയും 4.5 കിലോ ചിക്കനും കേട്ടോ ഞാൻ എടുക്കണത്. അപ്പോൾ അതിനുള്ള മസാലയാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കണത്. അപ്പോൾ സവാള ഞാൻ 2 കിലോനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2 അല്ല കേട്ടോ, 2.5 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിന്. അതിൽ 2 കിലോൻ്റെ അടുത്തതാണ് ഞാനിവിടെ സവാള അരിഞ്ഞെടുത്തേക്കണം കേട്ടോ. പിന്നെ കുറച്ച് സവാള അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് തൈരൊക്കെ ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടേന്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ 100 കേട്ടോ വാങ്ങിയത്. അതൊക്കെ പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 100 പച്ചമുളകുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പച്ചമുളക് അതൊക്കെ കൂടെ ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ചിക്കനൊക്കെ രാവിലെ തന്നെ കഴുകി വൃത്തിയാക്കി അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ മസാലയൊക്കെ പിടിച്ചേക്കും. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ജീരകം പൊടിച്ചതും കുറച്ച് നാരങ്ങ നീരൊക്കെയാണ് കേട്ടോ ചേർത്തിനത്. ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ചിക്കൻ ബിരിയാണി അല്ല, ചിക്കൻ ഒന്നും ഫ്രൈ ചെയ്താണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചത്. ഇല്ലെങ്കിൽ പിന്നെ പച്ചക്ക് വെക്കുകയാണെങ്കിൽ ഉപ്പുമുളകൊന്നും തേക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെമ്പ് ഞാനിപ്പോൾ പുതിയത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചെമ്പൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെമ്പ് ചൂടായപ്പോഴേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ ചിക്കൻ അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വീഡിയോ എടുത്തപ്പോഴേ ഒരുപാട് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. മിസ്സായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നിട്ടുണ്ടാവും. അതുകൊണ്ടാവും കേട്ടോ. എൻ്റെ കണക്കിന് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെന്നാവും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓൺ ചെയ്യും ഓഫ് ചെയ്യും അങ്ങനെയാണല്ലോ ചെയ്യൽ. ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ വീഡിയോ എടുക്കലുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെ ഒന്ന് കുറേ വീഡിയോ ഇതിലില്ല കേട്ടോ. അപ്പോൾ ചിക്കനൊന്നും ഇതിൽ ഇട്ടുകൊടുത്തൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ചിക്കൻ ഞാൻ 2 പ്രാവശ്യമാക്കി ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണത്. കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. പക്ഷേ വെറുതെ ആ ഓയിൽ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ 2 പ്രാവശ്യമാക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് ടൈം എടുത്താലും നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്തിന് നമുക്ക് കൊടുക്കും വേണം ഫുഡ്.
അങ്ങനെ ചിക്കനൊക്കെ ഇതാ ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓയിൽ മാറ്റാനൊന്നുമില്ല, കുറച്ച് ഓയിലുള്ളൂ, കുറച്ചധികം സവാള ഉണ്ടല്ലോ വഴറ്റിയെടുക്കാൻ, അപ്പോൾ ആ ഒരു ഓയിൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളേൻ്റെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ, 2 കിലോ സവാള ഉണ്ടാവും കേട്ടത്. പിന്നെ ഈ കല്യാണ വീടുകളിലൊക്കെ ചോറൊക്കെ വെക്കണ വലിയ വെപ്പാരൊക്കെ ഉണ്ടാവുമല്ലോ, ഓരൊക്കെ 1 കിലോന് 300 സവാള ആ ഒരു കണക്കിനാണ് എടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചല്ലേ വെക്കുന്നത്, അപ്പോൾ ഇതിക്ക് അങ്ങനെ 300 സവാള 1 കിലോക്ക് 300 സവാള എന്ന് എടുത്താൽ മസാല ഉണ്ടാവില്ല, മസാല കുറവേക്കാരം. അപ്പോൾ കുറച്ച് അധികം തന്നെ സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ സവാള വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. തക്കാളി ഒരു 500 എടുത്തിട്ടുണ്ട്. 1 കിലോ വാങ്ങിച്ചതിനും അതിലൊരു 2-3 തക്കാളി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയും തക്കാളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ മുളക് പൊടിയൊന്നും ചേർക്കലില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബിരിയാണി മസാല കേട്ടോ, ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കണ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ അതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ചിക്കൻ ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി ആണെങ്കിലും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കാറ്ററിംഗ് ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളെ ചാനലിൽ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ. കറക്റ്റ് അളവൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ ഒക്കെ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതാ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു, ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ. വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ക്യാമറ ഓൺ ആക്കാൻ മറന്നിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കലും നമ്മൾ തന്നെയാണ്, അതേപോലെ കുക്കിങ്ങും ഒക്കെ നമ്മൾ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ശ്രദ്ധ മാറിപ്പോയതാണ്. ഇല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കാനൊന്നും ഞാൻ അങ്ങനെ മറക്കലില്ല. ഇന്നിപ്പം എന്തൊക്കെയോ ഒരു ഇതായിട്ടോ. പിന്നെ ഇതാ തൈരൊക്കെ ചേർത്ത് കൊടുത്തു, അതേപോലെ നാരങ്ങനീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ നല്ല കഥ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പറയണ കഥ കേൾക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അങ്ങോട്ട് ശ്രദ്ധ പോയിട്ട് എന്താണെന്ന് അറിയില്ല, ക്യാമറ ഓൺ ആക്കാനൊക്കെ മറന്നത്. ഉമ്മ അങ്ങനെ ഫോണിലൊക്കെ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉമ്മക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉമ്മ എന്തോന്ന് കണ്ടിക്കണം, അപ്പോൾ അതെനിക്ക് പറഞ്ഞു തരാണ് കേട്ടോ. ഇങ്ങനെ കുടുംബ ഗ്രൂപ്പിലൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ വരുമല്ലോ. അപ്പോൾ ഇന്നലെ എന്തോ ഒരു ഫിലിം കണ്ടിക്കണം, അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനും തന്നെ നല്ല ആകാംക്ഷയോടെ കേൾക്കണമുണ്ട്, ജോലികളൊക്കെ ചെയ്യണമുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. പുളിയൊക്കെ പാകമാണ് കേട്ടോ. നമ്മൾ നാരങ്ങനീരും ചേർത്തിട്ടുണ്ട്, അതേപോലെ തൈരും ചേർത്ത്. അപ്പോൾ പുളിയും എരിവും ഉപ്പും ഒക്കെ പാകമാണ്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേഗം അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കട്ടോ. ഇനി ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി നമുക്ക് ദം ചെയ്തെടുക്കണ്ടേ. ചിക്കൻ കുറച്ച് വേവാനും ഉണ്ടാവും കേട്ടോ. നല്ലോണം അങ്ങോട്ട് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഉടയാതെ വെക്കാൻ. ചിക്കൻ വിളമ്പുമ്പോൾ മസാലയിൽ നിന്ന് കിട്ടൂല, എന്താ വെറും എല്ലേക്കാരം ചിലപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാതെ വെക്കുമ്പോൾ കേട്ടോ. ശരിക്കും ഫ്രൈ ചെയ്യാതെ വെക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ബിരിയാണിയൊക്കെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേപോലെ കുറച്ച് അധികമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മസാല റെഡിയാക്കുകയാണ് നല്ലത്. എനിക്കങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത്. അധികം ഓയിലൊന്നും വേണ്ടല്ലോ, ജസ്റ്റ് നമുക്കൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല അടിപൊളിയായിക്കാരം. അപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതൊക്കെയാണ് ഇതിൻ്റെ മുന്നേ തന്നെ ചേർത്ത് കൊടുത്തിന്. വീഡിയോയിൽ കണ്ടിക്കണോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ ഇതാ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ, അപ്പം തന്നെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. ഇനി നമുക്ക് അരി തിളപ്പിച്ച് ഊറ്റണം. അപ്പം ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഇപ്പം നെയ്ച്ചോറാക്കി ഇങ്ങനെ വറ്റിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ. ഇപ്പം ഉമ്മ ഉണ്ടല്ലോ ചോറ് ഊറ്റാൻ ആരും ഇല്ലെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കും, ഉണ്ടെങ്കിൽ ഇതേപോലെ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയും ചെയ്യും കേട്ടോ. തിളപ്പിച്ച് ഊറ്റിയെടുക്കുമ്പോഴാണ് ബിരിയാണിക്ക് ഒന്നും കൂടെ ടേസ്റ്റൊക്കെ തോന്നിയിട്ടുള്ളത്. പക്ഷേ പിന്നെ ആരും ഒപ്പമില്ലാന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുകയും ചെയ്യലാണ്. അപ്പോൾ ഞാൻ തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിക്ക് വെള്ളമൊക്കെ ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പിൻ്റെ ഉള്ളിൽ ചെറുന്നനെ ഒരു നിറ വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോഴേ ഈ കറുത്ത നാരങ്ങ ഇട്ട് കൊടുക്കുമല്ലോ അതിൽ, അതിങ്ങനെ കടന്ന് തിളച്ചിട്ടാട്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വേറെ കളറായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ കേൾക്കായിട്ടൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ അങ്ങനെ എന്തെങ്കിലും നിറ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. പിന്നെ നമുക്ക് അതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം, സവാള ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്യാസുമ്മ നമ്മൾ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്.
ചിലപ്പോൾ സൺഫ്ലവറും അതേപോലെ നെയ്യും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യൽ. അതാണ് നല്ലത് കേട്ടോ. എന്നാൽ ഒരു നെയ്യിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഈ ഒരു സവാളയ്ക്ക് വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ മറന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് നെയ്യ് ചേർക്കും. സവാള ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകും വേണം. അപ്പോൾ അരി ഞാൻ ചെമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോവാതെക്കാനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, നല്ല മധുരം കൂടൊന്നും ചെയ്യരുത്. കുറച്ച് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ചേർത്തിട്ടുണ്ട്. അതിനേക്ക് വീഡിയോയിൽ കണ്ടിട്ടില്ല. അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അതൊക്കെ ഓരോ ടിപ്സ് അല്ലേ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കും അതേപോലെ ചെയ്ത് നോക്കാമല്ലോ. നല്ല നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വീഡിയോയിൽ പറയുള്ളൂ കേട്ടോ. പിന്നെ അധികവും ചില ആൾക്കാർക്ക് അറിയണത് തന്നെ ആവും, ചിലർക്ക് അറിയില്ല. അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണതാണ് കേട്ടോ. ഇപ്പോൾ കുക്കിങ്ങൊക്കെ പഠിക്കണ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തേക്കൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണതാണ്. ഇപ്പോൾ ഇതാ നമ്മളെ സവാളൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തുകൊണ്ട് അങ്ങനെ കളർ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ സവാള ഫ്രൈ ആവാൻ ആ സമയത്ത് കളർ ഇങ്ങനെ മാറി വരുമല്ലോ, ആ ഒരു സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ആ എണ്ണയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കല കേട്ടോ. പിന്നെ രണ്ടാമത് അതൊന്നും ഫ്രൈ ചെയ്തെടുക്കാനൊന്നും നിൽക്കലില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ചോറ് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഓയിൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതാ നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ദുൽഹാൻ എന്നുള്ള അരിയാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഓരോ കൂട്ടുകാർ ചോദിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ദുൽഹാൻ അരി തന്നെയാണ് എടുക്കൽ എന്നുള്ളത്. പക്ഷേ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ, അത് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് പോകില്ല കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. തീ കത്തിച്ച് കൊടുക്കാനും അതേപോലെ ഇളക്കി കൊടുക്കുകയൊക്കെ വേണ്ട, അല്ലെങ്കിൽ കട്ട കെട്ടും വേവേറി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അടുത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. വേവേറാനേ ഒരു തളങ്ങട്ട് ഏറിപ്പോയാൽ മതി. വേവേറി കഴിഞ്ഞാൽ പിന്നെ ചോറ് ഒന്നിനും പറ്റില്ല. നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ നല്ല ശ്രദ്ധ വേണം കേട്ടോ. ഒക്കെ ഇങ്ങനെ ഒക്കെ പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. പിന്നെ ചിലപ്പോൾ ഞാൻ ഇതേപോലെ അരി തിളപ്പിച്ച് വെച്ചിട്ടുന്ന സമയത്തേക്ക് ഏലക്കായും കറാമ്പൂവും പട്ടയും ഒക്കെ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ അതൊന്നും ചേർത്തിട്ടില്ലതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ബിരിയാണി മസാല പൊടിച്ചതുണ്ടല്ലോ, ഇത് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് നമ്മൾ ഇടയ്ക്ക് ചേർക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിൽ ഇട്ടാൽ പിന്നെ അത് വെറുതെ അങ്ങനെ പോവുകയേ ചെയ്യുള്ളൂ. വെള്ളത്തിൽ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അതിലേറെ നല്ലത് ആ പൊടി പിന്നെ കുറേശ്ശെ അങ്ങനെ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ചേർക്കുകയാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഊറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തെ വേവിന് തന്നെ ഊറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയും കൂടെ ഉണ്ടായതുകൊണ്ട് നല്ല സുഖമായിട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഈ ചെറിയ കൊട്ടക്കയിലല്ലേ, അപ്പോൾ അതിലങ്ങോട്ട് ഊറ്റിയാണ്ടാവുമ്പോൾ ആയി കിട്ടൂല. അപ്പോൾ പിന്നെ അങ്ങനെ വറ്റിച്ച് ചേർക്കണതാട്ടോ ഞാൻ. ഇയാൾ ചോദിക്കുന്നത് ഞങ്ങളുടെ കുട്ടിയല്ലേ ചോദിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിൽ കാര്യങ്ങൾ കുറച്ച് എന്ത് കരിയെന്ന് ചോദിച്ചു. കരിയത് അയാളെ പേരാണ് ഞാൻ ഇനിയും വന്നു പോലെ. അപ്പം ഒരു കുപ്പായ നോക്കിച്ച് കൊടുന്ന് നിൽക്കുന്നത് ഞാൻ അടിച്ച കുപ്പായാണ്. അതിന് ഞാൻ അടിച്ചു കൊടുത്ത കുപ്പായാണിത്. അപ്പം പിന്നെ ഓൻ്റെ പെണ്ണുങ്ങളിപ്പോൾ മരിച്ചൊക്കെ ചെയ്താരെ വീട്ടു ജോലിക്ക് പോവുകയാണല്ലോ. ഓളിപ്പോൾ ആ പെരീക്കാൻ തോന്നുന്നുണ്ട് പണിക്ക് പോണത് ഇത്. അപ്പം ആ കുപ്പായത്തിന്റെ കോളർ കാട്ടി കൊടുത്തുകൊണ്ട് പറയുന്നത് ഞാൻ. അപ്പം ഉമ്മാൻ്റെ കഥ ഞാൻ കുറച്ച് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് നമ്മളമ്മമാർക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ടാവും. നമുക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല കേൾക്കാൻ. അപ്പം നമ്മളതിനൊക്കെ സമയം കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടോ ഞാനത് കുറച്ച് ഉമ്മ പറയുന്ന ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. എത്രയോ അമ്മമാരുണ്ടല്ലേ നമ്മളെ കണ്ണു മുന്നിൽ തന്നെ നമ്മൾ കാണുന്നതാണ്. പിന്നെ ഓരോ അമ്മമാരെ മക്കള് തട്ടിക്കളിക്കണതും അതേപോലെ തന്നെ ആ ഉമ്മ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ ഉമ്മാനോട് നല്ല രീതിയിലൊന്ന് സംസാരിക്കാനോ ഒന്നും നിൽക്കാത്ത മക്കൾ ഇപ്പോഴും ഉണ്ട്. ചില അമ്മമാർക്ക് കുറച്ച് ദേഷ്യം കൂടുതലാവും. അപ്പോൾ 2 കൈയും കൊട്ടുമ്പോഴല്ലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ നമ്മളും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ ആ കുടുംബം സന്തോഷമാവൂലേ. അപ്പോൾ ഗൈസ് ഉമ്മാൻ്റെ കഥ കേട്ടാണ് കേട്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കിയത്. ഉമ്മ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഫോണിൽ ചെറിയ എന്തോ ഒരു ഷോർട്ട് ഫിലിം കണ്ടിരിക്കണിട്ട് ഇന്നലെ. എന്തോ അല്ല, നല്ലൊരു ഫിലിം തന്നെയാണ്. ഉമ്മക്ക് നല്ല സങ്കടമായിക്കണ് കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ എനിക്ക് പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ നല്ല നല്ല ഭാഗങ്ങളൊക്കെ. അങ്ങനെ ഉമ്മാൻ്റെ കഥയൊക്കെ കേട്ട് നമ്മളെ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്തതൊക്കെ ഇടയിലൊക്കെ ലെയറായിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തീ കത്തിച്ചെടുക്കണം. പറയാൻ വിട്ടു പോയതാട്ടോ, നമ്മൾ ബിരിയാണി മസാലയിൽ ഞാനൊരു 3 ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് ദം ചെയ്തെടുക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പൊരിക്കുന്ന സമയത്ത് തന്നെ അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സവാളത്തെ വെള്ളവും തക്കാളിത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷമല്ലേ നമ്മൾ മസാല റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് ഓലക്കൊടിയൊക്കെ വെച്ചാണ്ട് ഒന്നിങ്ങോട്ട് പാളിപ്പിച്ച് കത്തിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് കത്തിയതൊന്നും വീഡിയോയിൽ കണ്ടിട്ടില്ല. വീഡിയോ ക്യാമറ ഓൺ ആക്കാൻ മറന്നിട്ടാണോ ഇനി ചൂട് തട്ടിയിട്ട് ക്യാമറ തന്നെത്താനെ ഓഫായതാണോ ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് വല്ലാതെ ക്യാമറമൊക്കൊന്നും നോക്കില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റിലും നല്ലതായിട്ട് ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഓർഡർ കിട്ടൂലല്ലോ. അപ്പോൾ ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ടേക്കാരം. അപ്പോൾ അതുകൊണ്ട് പറ്റിപ്പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പൊരിച്ച ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ തപ്പിയാൽ കിട്ടും. കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിരിക്കണം. ഇതിപ്പോൾ നമ്മൾ 20 ആൾക്കുള്ള ഫുഡാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അടിയിലൊന്ന് തീയൊക്കെ കത്തിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കനലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുത്തു. കുറച്ച് മേലക്കും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അവർ വെയിറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുത്തു. പിന്നെ അതിലേക്കുള്ള സാലഡൊക്കെ റെഡിയാക്കിട്ടോ. അതൊക്കെ സവാളയൊക്കെ മരിഞ്ഞ് തന്നിട്ടുണ്ടായിന്. പിന്നെ ഞാൻ കൂട്ടാൻ മാത്രമേ ഉള്ളൂ, ഇനി തൈരും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതൊക്കെ കൂട്ടി ഒക്കെ റെഡിയാക്കി. പിന്നെ അച്ചാറുമാണ് കേട്ടോ നമ്മളിതിൻ്റെ ഒപ്പം കൊടുക്കുക. അങ്ങനെ അച്ചാറും പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. കുറച്ചൊക്കെ അമ്മ കഴുകി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിന് കഴുകാൻ. അങ്ങനെ അതൊക്കെ കഴുകി. പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ നമ്മൾ ചോറ് കൊണ്ടുപോകാൻ കാക്ക വന്നിട്ടുണ്ടായിന്. അങ്ങനെ കാക്കാക്ക് ചോറൊക്കെ എടുത്തു കൊടുത്തു. അൽഹംദുലില്ലാ ഒരു കാറ്ററിങ് ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.